ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ ഓസ്കാർ നോമിനേറ്റഡ് ആയ ഒരു മൂവിയാണ്. കാത് കേൾക്കാനും സംസാരിക്കാനും കഴിയാത്ത ഒരു ഫാമിലിയിലെ യാതൊരു കുഴപ്പവുമില്ലാതെ ജനിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ മൂവിയിൽ പറയുന്നത്. അവൾ ആ ഫാമിലിയായി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ അവരെ മനസ്സിലാക്കുന്നു, ഇതിലൂടെ അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്തൊക്കെയാണ് എന്നാണ് ഈ മൂവിയിൽ പറയുന്നത്. മൂവി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലി ബോട്ടിൽ മീൻ പിടിക്കുന്നതാണ്. പാട്ടൊക്കെ കേട്ട് നല്ല ഹാപ്പിയായി മീൻ പിടിക്കുന്നതാണ് നമ്മുടെ നായിക. അവളുടെ പേരാണ് റൂബി. ഇവരുടെ ഫാമിലി റൂബി ഒഴികെ ബാക്കി എല്ലാവർക്കും സംസാരിക്കാനോ കേൾക്കാനോ കഴിയില്ല. അതുകൊണ്ട് റൂബിയാണ് ഫാമിലിയുടെ എല്ലാം. അങ്ങനെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് അത് മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് അവൾ സ്കൂളിലേക്ക് പോകും. ജോലിയൊക്കെ കഴിഞ്ഞ് ടയർഡായി അവൾ സ്കൂളിൽ പോകുന്നത് കൊണ്ട് തന്നെ അവൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോകുന്നത് പതിവാണ്. അതുമാത്രമല്ല, അവൾ സ്കൂളിലുള്ളവരെല്ലാം അവളെ നല്ലപോലെ കളിയാക്കും. കാരണം അവൾക്ക് നല്ല മീൻ്റെ നാറ്റമാണ്. അതുകൊണ്ട് അവൾ സ്കൂളിൽ അങ്ങനെ ഫ്രണ്ട്സ് ആരുമില്ല. അവൾക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് ആൻഡ്രിയാണ്. റൂബിയുടെ പേരൻസ് എവിടെ പോയാലും അവൾ കൂടെ കൊണ്ടുപോകും. കാരണം അവരുടെ സൈൻ ലാംഗ്വേജ് മനസ്സിലാക്കുന്നത് റൂബിക്ക് മാത്രമാണ്. അവളുണ്ടെങ്കിലേ ഇവരെന്താണ് പറയുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ. റൂബിക്ക് പാട്ട് പാടാൻ നല്ല ഇഷ്ടമാണ്. അവൾക്ക് സ്കൂളിലെ കൊയറിൽ ചേരണമെന്നുണ്ട്. അങ്ങനെ അവൾ അതിൻ്റെ ഓഡീഷന് പോകും. പാട്ട് പാടാൻ ആഗ്രഹമുള്ളവരെല്ലാം കൊണ്ട് സാർ അവരെ പാട്ട് പാടിക്കും. അങ്ങനെ റൂബിയുടെ ചാൻസ് വരും. എന്നാൽ എല്ലാവരും ചുറ്റും നോക്കി നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് ധൈര്യമില്ലാതെ അവൾ പാട്ട് പാടാതെ അവിടുന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് അവൾ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിരിക്കും. വിഷമം വരുമ്പോഴൊക്കെ റൂബി ഈ സ്ഥലത്ത് വന്ന് ഇരിക്കാറുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് അവൾ പാട്ട് പാടും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവൾക്ക് നന്നായി പാട്ട് പാടാൻ അറിയാമെന്ന്. അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ അവൾ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് അവൾ കാണും. അത് കാണുന്നതും റൂബിക്ക് കാര്യം മനസ്സിലാകും. അവരുടെ ഫിഷിംഗ് ജോബ് അത്ര നന്നായല്ല പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ക്യാഷിന് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഈ ജോലി മാത്രമേ ചെയ്യാൻ അറിയൂ. ഇതിനുശേഷം അവൾ മനസ്സിൽ കരുതും, ഞാനും വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന്. അങ്ങനെ അടുത്ത ദിവസം അവളെ സാറിനെ കാണാൻ പോകുന്നു. അങ്ങനെ സാർ ചോദിക്കും, കഴിഞ്ഞ ദിവസം ഓഡിഷനിടയിൽ നീ എന്തിനാ ഇറങ്ങിപ്പോയതെന്ന്. അവൾ പറയും, എല്ലാവരും നോക്കി നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് ടെൻഷനായെന്നും അവരെല്ലാം എന്നെ കളിയാക്കുമെന്നും അതുകൊണ്ടാണ് പോയതെന്നും പറയും. അങ്ങനെ സാർ അവളെ കുറേ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ അവൾ അവസാനം പാട്ട് പാടും. അവളെ പാട്ട് അത്രയ്ക്ക് നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കളിയാക്കിയവർ അവരെ പാട്ട് കേട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇരിക്കെ സാർ ആ കൂട്ടത്തിലെ മൈൽസ് എന്നൊരു പയ്യനും റൂബിയെയും വിളിച്ച് അടുത്ത പ്രോഗ്രാമിൽ നിങ്ങൾ ഡുവറ്റ് പാടണമെന്ന് പറയും. അത് കേട്ട് റൂബിക്ക് ഒരുപാട് സന്തോഷമാകും. കാരണം റൂബിക്ക് മൈൽസിനെ ഇഷ്ടമാണ്. അവൾ കുറെ നാളായി അത് മനസ്സിൽ കൊണ്ട് നടക്കുവാണ്. അതിനുശേഷം റൂബി അവളെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകും. അവിടെ വെച്ച് റൂബി കാണുന്നത് അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കച്ചവടക്കാർ മീൻ വാങ്ങി അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നതാണ്. ഇത് മനസ്സിലാക്കി അവൾ അവളുടെ അച്ഛനെ അതിൽ നിന്നും പിന്തിരിക്കും. ഇതെല്ലാം റൂബിയുടെ ചേട്ടൻ കേട്ടോണ്ട് നിൽപ്പുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ അയാൾക്ക് അയാളെ കൊച്ചാക്കി പോലെ ഫീൽ ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം റൂബിയെ മൈൽസിനോടും പാട്ട് പാടാൻ സാർ പറയും. അവരുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ സാറിന് മനസ്സിലാകും അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തില്ലെന്ന്. അവർ പറയും, ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തായിരുന്നു. അത് കേട്ട സാർ പറയും, രണ്ടുപേരുടെ വീട്ടിലിരുന്നല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഡുവറ്റ് പാടി പഠിക്കണമെങ്കിൽ ഒരുമിച്ചിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയും. അതിനുശേഷം റൂബിയോട് സാർ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയെന്ന് ചോദിക്കും. അത് കേട്ട റൂബി പറയും, തുടർന്ന് പഠിക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. അതുകൊണ്ട് തന്നെ അച്ഛനെ ജോലിയിൽ സഹായിക്കാൻ പോകണം. അവൾ മറുപടി പറയും. ഇത് കേട്ട സാർ പറയും, നീ നന്നായി പാട്ട് പാടുന്നുണ്ട്, നല്ല കഴിവുമുണ്ട്. അതുകൊണ്ട് നിനക്ക് സ്കോളർഷിപ്പ് കൂടെ ഞാൻ അഡ്മിഷൻ എടുത്തു തരാം, ഞാൻ സഹായിക്കാം എന്ന് സാർ പറയും. അങ്ങനെ മൈൽസ് റൂബിയുടെ വീട്ടിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ ചെല്ലും. അവർ എത്ര സൗണ്ടിൽ പാട്ട് പാടിയാലും റൂബിയുടെ പേരൻസിന് അത് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ അവർ പാട്ട് പ്രാക്ടീസ് ചെയ്യും. ആ സമയത്ത് വീട്ടിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കും. ഇത് കേൾക്കുന്നതും മൈൽസിന് മനസ്സിലാകും റൂബിയുടെ പേരൻസ് റൊമാൻസ് ചെയ്യുവാണെന്ന്. അങ്ങനെ മൈൽസ് ചിരിക്കും. ഇത് കേട്ടതും റൂബി അപ്പോൾ തന്നെ അവനെ അവിടുന്ന് പറഞ്ഞു വിടും. അങ്ങനെ അടുത്ത ദിവസം അവൾ സ്കൂളിൽ ക്യാൻറ്റീനിൽ നിൽക്കുമ്പോൾ എല്ലാവരും അവളെ നോക്കി ചിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാകും. മൈൽസ് ഇന്നലെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ എല്ലാം ഇവിടെ എല്ലാവരോടും പറഞ്ഞു എന്ന് അവൾക്കത് മനസ്സിലാകും. അങ്ങനെ അവൾ അവിടുന്ന് ഇറങ്ങിപ്പോകും. പെട്ടെന്ന് മൈൽസ് പുറകെ ഓടി വന്ന് അവളോട് സോറി പറയും. അവൻ പറയും, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് മാത്രമേ ഇക്കാര്യം പറഞ്ഞോളൂ, അവനാണ് എല്ലാവരോടും ഇത് പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് അവൻ പിന്നെയും അവളോട് സോറി പറയും. ഇത് കേട്ട റൂബി, എൻ്റെ പേരൻസിനെ കളിയാക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. പിന്നീട് കാണിക്കുന്നത് മീൻപിടുത്തക്കാരുടെ ഒരു മീറ്റിംഗ് ആണ്. റൂബി അങ്ങോട്ട് വരും. അവളുടെ അച്ഛനും ചേട്ടനും സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ അവർക്ക് വേണ്ടി സംസാരിക്കും. ഇനി ഇടനിലക്കാർക്ക് മീൻ വിൽക്കുന്നില്ല, ഇനി ഞങ്ങൾ അല്ലാതെ തന്നെ നല്ല ലാഭത്തിന് കച്ചവടം ചെയ്തോളാമെന്ന് അവർ പറയും.
എന്നിട്ട് അവിടെ ഇരിക്കുന്നവരോട് പറയും, നിങ്ങളും ഈ ചതി തിരിച്ചറിയണം. ഇത് പറയുന്നതും ആരും അവരെ മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങനെ അവർ വീട്ടിൽ വന്ന് മുൻപോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഡിസ്കസ് ചെയ്യും. അങ്ങനെ അവർ തീരുമാനിക്കും, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു യൂണിയൻ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും, കാരണം അങ്ങനെ ചെയ്താൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്ന് അവർ വിചാരിച്ചു. അതിനുവേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അവൾ ക്ലാസ്സിൽ പാട്ട് പാടാൻ ചെല്ലുമ്പോൾ ഒരുപാട് ലേറ്റാവും. അതുമാത്രമല്ല, ക്ലാസ്സിനിടയ്ക്ക് പ്രാക്ടീസിന്റെ ഇടയ്ക്ക് ഒരുപാട് കോൾ അവൾക്ക് വരും. ഇതൊക്കെ കാണുമ്പോൾ സാറിന് ദേഷ്യം വരാൻ തുടങ്ങും. അവൾ ഇനി ആവർത്തിക്കില്ല എന്നും ഇനി കറക്റ്റ് ടൈമിൽ എത്തിക്കോളാമെന്നും അവൾ സാറിന്റെ അടുത്ത് പ്രോമിസ് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസവും അവൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ അവളുടെ അമ്മ വന്ന് പറയും, നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞു, അതുകൊണ്ട് നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു ന്യൂസ് റിപ്പോർട്ടേഴ്സ് വന്നിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റുന്ന നീ മാത്രമല്ല ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് നീ വേണം എല്ലാം സംസാരിക്കാൻ. ഇത് കേട്ട റൂബി, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്, പോണം എന്നൊക്കെ പറയും. എന്നിട്ടും അവർ സമ്മതിക്കില്ല. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നല്ല ലേറ്റായി അവൾ സാറിന്റെ വീട്ടിലെത്തും. അവൾ ലേറ്റായി വന്നുകൊണ്ട് തന്നെ സാർ ഡോർ പോലും തുറന്നു കൊടുക്കില്ല. അങ്ങനെ സ്കൂളിൽ വെച്ച് റൂബി സാറിനെ കാണും. അവൾ കുറെ സോറി പറയും. ഇത് കേട്ട സാർ പറയും, നീ വെറുതെ എന്റെ സമയം കളയുവാണ്, ഇങ്ങനെ ആയാൽ ഒന്നും നടക്കില്ല, നീ പാട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സാർ കുറെ അവളെ വഴക്ക് പറയും. അന്ന് നൈറ്റ് റൂബി വീട്ടിൽ വന്നിട്ട് അവളുടെ പേരൻസിനോട് പറയും, എനിക്ക് എന്ന് നിങ്ങളുടെ ട്രാൻസ്ലേറ്ററായി ജീവിക്കാൻ പറ്റില്ല, എനിക്കും ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് പാട്ട് പാടാൻ നല്ല ഇഷ്ടമാണ്, എനിക്ക് സ്കോളർഷിപ്പിൽ പുറത്തേക്ക് പഠിക്കാൻ പോകാൻ അവസരം ഉണ്ടാക്കി തരാമെന്ന് എൻ്റെ സാർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോകും എന്ന് റൂബി പറയും. ഇത് കേട്ട അവളുടെ പേരൻസ് പറയും, നീ എന്തിനാ പോകുന്നത്, നീ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നീ ഇവിടെ വേണമെന്ന് അവളുടെ പേരൻസ് പറയും. ഇത് കേട്ട റൂബി ദേഷ്യപ്പെട്ടു പോകും. അങ്ങനെ ഇവരോടുള്ള ദേഷ്യത്തിൽ അടുത്ത ദിവസം റൂബി അവരുടെ കൂടെ മീൻ പിടിക്കാൻ പോകില്ല. അവരുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, അതേ ദിവസം തന്നെ ഗവൺമെന്റ് അയച്ച ഒരു ലേഡി അങ്ങോട്ട് വരും. അവരുടെ ബോട്ട് നിരീക്ഷിക്കാനാണ് അവർ വന്നത്. ഈ ലേഡിക്ക് ഇവർ 3 പേർക്കും സംസാരിക്കാനും കേൾക്കാനും കഴിയില്ല എന്ന് അറിയില്ലായിരുന്നു. ഇതറിയാതെയാണ് അവർ ആ ബോട്ടിൽ കയറിയത്. ബോട്ടിൽ കയറി കഴിയുന്നതും ഇവർ ഓരോന്ന് ചോദിക്കും. എന്നാൽ ഇത് മനസ്സിലാക്കാൻ അറിയാതെ റൂബിയുടെ അച്ഛൻ പേപ്പറിൽ ഓരോന്ന് എഴുതി കാണിക്കും. ഉടനെ തന്നെ അവർ കോസ്റ്റ് ഗാർഡിനെ വിളിക്കും. കോസ്റ്റ് ഗാർഡ് അപ്പോൾ തന്നെ ബോട്ടിൽ കോണ്ടാക്ട് ചെയ്യും. എന്നാൽ സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ഇവർ അതറിയില്ല. എന്നും റൂബി കൂടെ ഉള്ളപ്പോൾ അവളാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ കോസ്റ്റ് ഗാർഡിന്റെ കോൾ അറ്റൻഡ് ചെയ്യാതെ വരുമ്പോൾ അവർ ബോട്ടിലേക്ക് കയറി വരും. അങ്ങനെ അവർക്ക് മനസ്സിലാകും ഇവർക്ക് സംസാരിക്കാനും കേൾക്കാനും കഴിയില്ല എന്ന്. അങ്ങനെ ഇവർ മീൻ പിടിക്കാനുള്ള ലൈസൻസ് അവർ റദ്ദാക്കും. അങ്ങനെ അവർ സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് റൂബി തിരിച്ച് വീട്ടിലെത്തും. വീട്ടിലെത്തുമ്പോഴാണ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ അവൾ അറിയുന്നത്. അങ്ങനെ അവളെ പേരൻസ് എല്ലാം അവളെ കുറ്റം പറയും. നീ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവർ പറയും. അതിനുശേഷം കാണിക്കുന്നത് കോർട്ടിലാണ്. കോർട്ടിൽ വിചാരണ നടക്കുവാണ്. ഡേഞ്ചറായ രീതിയിൽ ബോട്ട് ഓടിച്ചതിനാണ് അവർക്ക് $2000 ഫൈൻ ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, റേഡിയോ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് മറുപടി കൊടുക്കാൻ, സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ ബോട്ടിൽ കൂടെ വേണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ബോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റൂ എന്ന് കോർട്ട് പറയും. അങ്ങനെ അവർ നല്ല സങ്കടത്തിലാകും. ഇവരുടെ സൈൻ ലാംഗ്വേജ് മനസ്സിലാകുന്നത് റൂബിക്ക് മാത്രമാണ്. അതുകൊണ്ട് റൂബിക്ക് മാത്രമേ ഇവരുടെ കൂടെ പോകാൻ പറ്റൂ. അങ്ങനെ റൂബിയുടെ അച്ഛൻ പറയും ബോട്ട് വിൽക്കാമെന്ന്. അതാണ് ഇതിന്റെ ഏക പോം വഴിയെന്ന് അയാൾ പറയും. അപ്പം റൂബി പറയും, അതൊന്നും വേണ്ട, ഞാൻ നീ നിങ്ങളുടെ കൂടെ വന്നോളാമെന്ന്. എന്നാൽ റൂബിയുടെ ചേട്ടന് ഇതൊന്നും ഇഷ്ടമാവില്ല. അവൻ പറയും, ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കരുത്. അപ്പോൾ റൂബി പറയും, ഇതാണ് ഇതിനുള്ള പോംവഴിയെന്ന്. ഇതെല്ലാം കേട്ട് അവൻ അവിടുന്ന് ദേഷ്യപ്പെട്ട് എണീറ്റ് പോകും. അങ്ങനെ ദേഷ്യപ്പെട്ടു പോകുന്ന റൂബിയുടെ ചേട്ടന്റെ പിണക്കം മാറ്റാൻ അവൾ പുറകെ പോകും. അപ്പം അവൻ പറയും, നീ നന്നായി പാട്ട് പാടുമെന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു. നീ നന്നായി പാട്ട് പാടും, അതെനിക്കറിയാം. അതുകൊണ്ട് നീ നിന്റെ ലൈഫ് നശിപ്പിക്കരുത്. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. അതുമാത്രമല്ല, നീ ജനിക്കുന്നതിന് മുന്നേ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഞാനാണ്. അതുകൊണ്ട് നീ ഇല്ലെങ്കിലും ഇതെല്ലാം നോക്കാൻ എനിക്ക് പറ്റും. ഇതെല്ലാം പറഞ്ഞ് അവളുടെ ചേട്ടൻ പോകും. പിന്നീട് കാണിക്കുന്നത് റൂബിയുടെ കോർ ടീമിന്റെ പെർഫോമൻസ് ആണ്. അത് കാണാൻ അവളുടെ പേരൻസ് വന്നിട്ടുണ്ട്. അവർക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ലെങ്കിലും അവളെ കാണാനാണ് അവർ വന്നത്. അങ്ങനെ ആദ്യം കൊയർ പെർഫോമൻസ് കഴിയും. അതിനുശേഷം റൂബിയുടെ മൈൽസിന്റെയും ഡുവറ്റ് സോങ് ആണ്. അവർ പാട്ട് പാടാൻ തുടങ്ങും. പാട്ട് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും അത് കേട്ട് ആസ്വദിച്ച് നിൽക്കും. റൂബിയുടെ പേരൻസ് ഇത് കാണും. ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അവൾ നല്ല രീതിയിലാണ് പാട്ട് പാടുന്നത്. ഇത് കണ്ട് അവർക്ക് നല്ല സന്തോഷമാകും. അങ്ങനെ അതിനുശേഷം റൂബി അവളുടെ പേരൻസിന് പാട്ട് സാറിനെ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ സാർ പറയുന്നതെല്ലാം സൈൻ ലാംഗ്വേജിൽ അവൾ പേരൻസിന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവസാനം സാർ പറയും,
അവളെ മ്യൂസിക് കോളേജിൽ വിടേണ്ടതായിരുന്നു. അവൾ നന്നായി പാട്ട് പാടുന്നുണ്ട്. ഒരിക്കൽ നിങ്ങൾ ഇതോർത്ത് ദുഃഖിക്കുമെന്ന് സാർ പറയും. എന്നാൽ ഈ പറഞ്ഞ കാര്യം അവൾ പേരൻസിനോട് പറഞ്ഞു കൊടുക്കില്ല. അതിനുശേഷം വീട്ടിൽ വന്ന റൂബി അവൾ പാട്ട് പാടിയത് സൈൻ ലാംഗ്വേജിലൂടെ അവളുടെ അച്ഛന് അത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ അടുത്ത ദിവസം ഉറക്കം എണീക്കുന്ന റൂബിയെ അവളുടെ പേരൻസ് തട്ടി വിളിച്ച് അവളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതെവിടെയാണെന്ന് വെച്ചാൽ മ്യൂസിക് കോളേജിലേക്കാണ്. അവിടെ ഓഡിഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത്. അത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അവൾ അവിടെ എത്തുമ്പോൾ മൈസ് അവിടുന്ന് ഓഡിഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത് അവൾ കാണും. അങ്ങനെ റൂബിയുടെ ടൈം ആകും. അവൾ പാട്ട് പാടാൻ സ്റ്റേജിൽ കയറും. അത് കാണാൻ അവളുടെ പേരൻസ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അവൾ പാടി തുടങ്ങും. അവൾ പാട്ട് പാടുന്നതിന്റെ കൂടെ തന്നെ സൈൻ ലാംഗ്വേജും ഉപയോഗിച്ച് അവളെ പേരൻസിനും അത് മനസ്സിലാകുന്ന രീതിയിൽ അവൾ പാട്ട് പാടും. ഇതൊക്കെ കണ്ട ജഡ്ജസ് നല്ല രീതിയിൽ ഇംപ്രസ് ആകും. അതിനുശേഷം അവൾ വീണ്ടും പഴയ പോലെ അച്ഛനെ സഹായിക്കാൻ ജോലിക്ക് പോകും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഓഡിഷന്റെ റിസൾട്ട് വരും. നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ അവൾ അതിൽ പാസ്സായി. അവൾക്ക് ആ കോളേജിൽ സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവൾ ആഗ്രഹം പോലെ തന്നെ അവൾ മ്യൂസിക് പഠിക്കാൻ പോകുന്നു. അങ്ങനെ അവളെ പേരൻസ് എല്ലാം വളരെ ഹാപ്പിയാകും. അങ്ങനെ സന്തോഷത്തോടെ അവളെ യാത്ര അയക്കും. ഇത്രയും ആകുമ്പോൾ സിനിമ അവസാനിക്കും. മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.